നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ആധുനിക കാലഘട്ടത്തിലെ യുദ്ധങ്ങൾക്ക് ബോംബുകൾ അല്ല വേണ്ടത്, ഡേറ്റ. ഡേറ്റ ആരുടെ കയ്യിലാണോ അവരാണ് ഏറ്റവും വലിയ രാജാക്കന്മാർ. ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഡേറ്റ കയ്യിൽ ഉള്ളവരാണ്. ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത് ഇസ്രായേലി സോഫ്റ്റ്വെയർസ് ആണ്. പല കാര്യങ്ങൾ കൊണ്ട് ഇസ്രായേലി സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും മുൻപന്തിയിൽ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു, അതായത് തടക്കമുള്ള ഡ്രൈവർ ആകണമെങ്കിൽ വണ്ടി ഓടിച്ച് പരിശീലിക്കണം. അതുപോലെ എന്തുകൊണ്ടാണ് ഇസ്രായേലി അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് നമ്പർ വൺ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ ഇസ്രായേലി സോഫ്റ്റ്വെയർസ് ആണ്. അതിൽ നിന്നുള്ള ഡേറ്റ ജൂതന്റെ കയ്യിലുണ്ട്. ആ ഡേറ്റയാണ് ബോംബുകളേക്കാൾ അതിഭയാനകം. കമേനിയും കൂട്ടരും 45ഓളം പേർ ഒരു സ്ഥലത്ത് വരുന്നു എന്നുള്ള ഡേറ്റ അവർ കിട്ടി. ആ ഡേറ്റ മുകളിലെ ഡ്രോണിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ആളുകൾ ഉണ്ട്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം കമേനിയെ പോലുള്ള ഹൈ വാല്യൂ അസറ്റ് എവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇറാന്റെ എല്ലാ ആയുധ ശേഖരവും എവിടെയാണ് എന്ന് മൊസാദിന് അറിയാം. പക്ഷേ മൊസാദിന് വേറെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഒരുപാട് പേർക്ക് അറിയാം എന്താണെന്ന്. കാരണം മധ്യപൂർവേഷ്യയിൽ ഒരു അശാന്തി സൃഷ്ടിക്കുക. കാരണം എന്താ, ഞങ്ങളായിട്ട് ഇനിയിപ്പോൾ വിമാനം ഓടിച്ചു വന്ന് ബോംബിടേണ്ട ആവശ്യകതയില്ല, ഇവർ അങ്ങ് തമ്മി തമ്മി എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്ന. ഇപ്പൊ അശാന്തി പുറകിൽ ഇതാണോ കാരണം? ഇതൊക്കെ ഇസ്രായേലിന്റെ കളികളാണോ? ഒരുപാട് പേര് അംഗീകരിക്കില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, മൊസാദിന് എല്ലാം അറിയാം. അവർ അമേരിക്കയെ പോലും അവർ പല അവസരങ്ങളിലും അവർ സ്പൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പല അവസരങ്ങളും അമേരിക്ക യഥാർത്ഥമായ വിവരങ്ങൾ പുറത്തുവിടില്ല. ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഇസ്ലാമാബാദിലായിരിക്കും ചർച്ച, ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും. അവിടെ പോലും പാകിസ്ഥാനിൽ പോലും മൊസാദിന്റെ ആളുകൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചയുടെ യഥാർത്ഥ വിവരങ്ങൾ അമേരിക്ക ഇസ്രായേലിൽ നിന്ന് മറച്ചു വെക്കും. അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യം, ഇസ്രായേലിന് വേറൊരു ലക്ഷ്യം. അപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിച്ചില്ലെങ്കിൽ അവർ ഇനിയും വന്ന് ബോംബിടും. ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ട്രംപിന്റെ സമ്മാനങ്ങൾ. ട്രംപ് ഇന്നലെ പറഞ്ഞു, എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു വിട്ടിരിക്കുന്നു ഇറാനിൽ നിന്ന്. ഇറാനിൽ ഞാൻ ആരോ വലിയൊരു വ്യക്തിയായി സംസാരിക്കുന്നു. എന്താണ് യഥാർത്ഥ സംഭവം? വ്യക്തമാക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഇറാനിലെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ജംഗ് ലഡ്നെ കെ ലിയെ ജിന്ദാ രഹനാ ചാഹി. അതായത് കലാപം ഉണ്ടാക്കണമെങ്കിൽ, യുദ്ധം ചെയ്യണമെങ്കിൽ ജീവൻ വേണം. നമ്മുടെ സണ്ണി ഡിയോളിന്റെ സിനിമ ഡയലോഗാണ്, ജംഗ് ലഡ്നെ കെ ലിയെ ജിന്ദാ രഹനാ ചാഹി. ശരിയല്ലേ? ആ ജീവൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അവർക്ക് ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ മൂന്നായി തിരിഞ്ഞിരിക്കുകയാണ് ഇറാനിലെ ഭരണകൂടം. പഴയ ഭരണകൂടം പറയുന്നു ഞങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. പുതിയൊരു ഭരണകൂടം പറയുന്നു അമേരിക്കയുമായി അടുക്കുന്നു. പിന്നെ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇവരെങ്ങോട്ട് പോകുന്നു, അമേരിക്കയാണോ വിജയിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ പോകാൻ തയ്യാറാണ്, പഴയ ഭരണകൂടത്തിലൂടെ പോകാൻ തയ്യാറാണ്. അങ്ങനെ വ്യത്യസ്തമായി തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപിന് കിട്ടിയ സമ്മാനം എന്താണ്? ട്രംപിന്റെ എന്താണ് ഉദ്ദേശം? ട്രംപിന് മറ്റേ കാലാൽപ്പട വരാൻ പോകുന്നു, പല പാരട്രൂപ്സും വരാൻ പോകുന്നു, മറ്റേ സീൽ ഗ്രൂപ്പ് വരാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് പേര് വരാൻ പോകുന്നു. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ? അപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കണ്ടതാണ്, എയർഫോഴ്സ് ഇല്ല, നേവി ഇല്ല, എയർ ഡിഫൻസ് ഇല്ല, നേതാക്കന്മാരില്ല. പക്ഷെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്നത് വർഷങ്ങളായിട്ട്, 42 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ സമ്മാനം എന്താകാം? ട്രംപ് പറയുന്ന ഒരു പക്ഷേ എണ്ണയാകാം. ഇപ്പൊ നമ്മൾ കണ്ടെന്നാണ്, മഡൂറോനെ പുറത്താക്കിയപ്പോൾ അവിടുത്തെ ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി ട്രംപിന് ആദ്യമേ തന്നെ ഒരു സമ്മാനം കൊടുത്തയച്ചു. അതായത് എന്തോ വലിയ ബില്യൺ, കോടിക്കണക്കിന് രൂപയുടെ എണ്ണ ടാങ്കർ, അതോടൊപ്പം തന്നെ അതിനുശേഷം സ്വർണം കൊടുത്തയച്ചു. ഇതായിരിക്കുമോ? അത് യുറേനിയം ആയിരിക്കുമോ? അതായത് ഡെൽസി റോഡ്രിഗസ് മഡൂറോ വെനിസ്വേലയിൽ കൊടുത്തു വിട്ടതുപോലെ അധികാരം ആരോ ഒരു വ്യക്തി ഇറാനിൽ ഉണ്ടോ? അതായത് ഉപരാഷ്ട്രപതി. അതായത് അമേരിക്കയുടെ രീതി പഴയ പോലെ അല്ല. അതായത് അവിടെ നേരെ ചെന്ന് ഇറങ്ങുക, അവിടെ ചെന്നൊരു യുദ്ധം ചെയ്യുക എന്നുള്ള പരിപാടിയല്ല. അതായത് അവിടെ തന്നെ ഒരാളെ കണ്ടെത്തി ഡെൽസി റോഡ്രിഗസ് മഡൂറോനെ പിടിച്ചങ്ങ് കൊടുത്തു. ആ പറയുന്ന വനിതയെ ഉപരാഷ്ട്രപതിയാക്കി. അതിനുശേഷം അവിടെയുള്ള സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റുക. ഇതേ സെയിം രീതിയാണ്. ഒരുപാട് പേര് പറയായിരിക്കും ഇത് വെനസ്വേല അല്ല, ഇറാൻ എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല, കാക്ക പറക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ
എന്തായിരിക്കും സമ്മാനം? സമ്മാനം ഇതിൽ മൂന്നിൽ ഒന്നും ആയിരിക്കാം. അതായത് സ്വർണം, അല്ലെങ്കിൽ യുറേനിയം, അല്ലെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് പോലും ആയിരിക്കാം. ചർച്ചകൾക്ക് തയ്യാറായി വന്നിരിക്കുന്നു. അമേരിക്കൻ ഉപരാഷ്ട്രപതി പാകിസ്ഥാനിൽ വരികയാണ്. ഇറാനിയൻ ലീഡേഴ്സ്, ഇറാനും പറയുന്നത്, ഇറാനും അമേരിക്കയിൽ ഒരു 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 സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണ ചർച്ചകൾക്ക് വരുന്നത് ഇവിടുത്തെ സ്റ്റീവ് വിറ്റ്സ്കോഫ് ട്രംപിന് മരുമകനാക്കിയാണ്. പക്ഷെ ഇത്തവണ അവർ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഒരു രണ്ടുപേരും വേണ്ട, ഞങ്ങൾക്ക് ജെ ഡി വാൻസിന് മതി. ജെ ഡി വാൻസ് ഒരു മിതവാദിയായിട്ടുള്ള ഉപരാഷ്ട്രപതിയാണ്. അല്പം സോഫ്റ്റ് സ്പോക്കൺ ആണ്, പഴയ പോലെയുള്ള ഗാംഭീര്യതയൊന്നുമില്ല. അപ്പോൾ ആരായാലും മിസ്റ്ററി മാൻ ആരാണ്, യഥാർത്ഥ സമ്മാനം എന്താണ്, യുദ്ധമാണോ സമാധാനമാണോ വരാൻ പോകുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കും. എന്തോ സംഭവിക്കാനായി പോകുന്നുണ്ട്. പിന്നെ വേറെ കുറെ വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ മധ്യപൂർവേഷ്യയിൽ നിന്ന് കാശുള്ള അറബികളൊക്കെ സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ കയറി യൂറോപ്പിലേക്ക് മുങ്ങി എന്നും കേൾക്കുന്നുണ്ട്. യഥാർത്ഥമായ വിവരങ്ങൾ അറിയില്ല. പക്ഷേ അടുത്ത ദിവസങ്ങൾ നമുക്കൊരു ഒരു ഒരു മാറ്റത്തിന്റെ സൂചന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇസ്ലാമാബാദിലെ ചർച്ച അത് നടക്കട്ടെ. കാരണം മധ്യപൂർവേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോടാനുകോടി മലയാളികൾ നിവസിക്കുന്ന ഏരിയയാണ്. അവിടെ ഭക്ഷ്യത്തിന് ഷോർട്ടേജ് മാത്രമല്ല, അവിടെ ഉയർന്ന വിലയും വന്നു തുടങ്ങി. ഇൻഫ്ലേഷൻ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജംഗിൾ എണ്ണയ്ക്കേലി സിന്താര എന്നെ ചാഹി എന്നുള്ള അവരുടെ ഒരു ആപ്തവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാൻ തൽക്കാലം പിന്മാറുന്ന നല്ലത്. കാരണം കയ്യിൽ സ്റ്റോക്ക് തീർന്നു തുടങ്ങി. ഫോറിൻ റിസർവ് ഇല്ല, പണമില്ല, എണ്ണ വിൽക്കാൻ സാധിക്കില്ല, ഒരുപാട് സമയം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വളരെ വ്യക്തമാക്കി ഞാൻ പറയാം. എൻ്റെ ഒരു പഴയ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണ്. ഇസ്രായേൽ അനുകൂലമായ രീതിയല്ല യുദ്ധം നിർത്തുന്നതില്ല എങ്കിൽ മൊസാദ് വീണ്ടും അവിടെ വേറെ എന്തെങ്കിലും പരിപാടികൾ ആരംഭിക്കും എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ മൊസാദിനോ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലി സംസാരിക്കുന്ന വ്യക്തിയല്ല, അവരെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും. എന്നാൽ പോലും മൊത്തത്തിലുള്ളതിനെ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. എന്തോ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ആരോ ട്രംപിന് അനുകൂലമായി അവിടുന്ന് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഒരു ഇൻസൈഡർ ഉണ്ട്, അവരുമായി സംസാരിക്കുന്നു. അധികാര കൈമാറ്റം ഉടനടി ഇറാനിൽ ഉണ്ടാകും. മാർക്ക് മൈ വേർഡ്സ്.